സുഖാണോ? ദാ പുതിയ ഒരു ചാനൽ തുടങ്ങിയിട്ടോ. അപ്പോൾ ഫസ്റ്റ് വ്ളോഗാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ചാനലിൽ ആരോ ഹാക്ക് ചെയ്തിട്ട് ആ ചാനലിൽ പോയിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ചാനലാണ്. അപ്പോൾ അത് പോയപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് പിന്നെ ചെയ്യാതെ ഇരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു ശരി എന്തായാലും നമുക്കൊരു ചാനൽ എന്തായാലും തുടങ്ങാം. നമ്മൾ പഴയ സബ്സ്ക്രൈബേഴ്സും പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുമല്ലോ, എന്തായാലും നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് വന്നിട്ട് ഗൂഡല്ലൂർ ഫാമിലാണ് കേട്ടോ, തോറപ്പള്ളി ഫാമിലാണ്. ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇപ്പോൾ കുറച്ച് ഡെമ്മായിട്ടുണ്ട്, കാരണം ഇപ്പോൾ ഒരുപാട് കാലാവസ്ഥേൻ്റെയൊക്കെ പ്രശ്നമൊക്കെ ആയിട്ട് എന്തോ ഒരു ആയിട്ട് കുറച്ച് കുറവാണ് കേട്ടോ. ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറികൾ കുറേ കിട്ടും. അതേപോലെ ചിക്കനൊക്കെ നല്ല വിലക്കുറവാണ്, മുട്ടയ്ക്കൊക്കെ നല്ല വിലക്കുറവാണ്. പിന്നെ ബീഫും മട്ടനും പിന്നെ താറാവും മുയലും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല കുറേ ബോഗൺവില്ലേൻ്റെ ചെടിയാണെങ്കിൽ ഇഷ്ടം പോലെ. പിന്നെ ഇവിടെ തമിഴ്നാടും കൂടിയായിട്ട് നല്ല ചെടികൾ അടിപൊളിയാണ്. നമുക്ക് ഈ വൈകുന്നേരം ടൈമൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നമുക്ക് മുട്ടയും ബീഫും ചിക്കനും ഒക്കെ വാങ്ങിയേച്ച് പോവാം കേട്ടോ. അത്രയ്ക്ക് രസമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞങ്ങളിതാ നേരെ പിടിച്ചു ഫാമിലോട്ട്. പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട്. ഇതൊക്കെ ഫ്രഷല്ലേ, അപ്പോൾ നമ്മളൊക്കെ വളമൊക്കെ ഇട്ട് എന്തൊക്കെയോ മരുന്നൊക്കെ അടിച്ചിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്രഷ് പച്ചക്കറിയൊക്കെ കുറച്ച് വാങ്ങി. പിന്നെ പിള്ളേരാണെങ്കിൽ ഇവിടെ കുറേ കിളികളും പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറവാണ്, സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്ന് കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പിള്ളേർ രണ്ടാളും ഇവിടെ വന്ന് നോക്കുമായിരുന്നു. നല്ല രസമല്ലേ ഈ ചെടി കാണാൻ, അടിപൊളിയല്ലേ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു 10 മണി ചെടിയൊക്കെ ഇങ്ങനെ നമുക്ക് കുഴിച്ചിട്ടാൽ നല്ല രസം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുക. പിന്നെ അതേപോലെ ഈ റോസ് ഗാർഡൻ ഉണ്ടല്ലോ, പണ്ട് തൊട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഇതേപോലെ കേട്ടോ ഇനിയും നിറയെ പൂക്കളുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു, പക്ഷേ എവിടെ നിന്ന് അതൊക്കെ പോയി, ആ വഴിക്ക് അങ്ങോട്ട് പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ബില്ലൊക്കെ കൊടുത്ത് പിന്നെ മുയൽ വാങ്ങാമെന്ന് വിചാരിച്ച് പോയിട്ടോ. പോയപ്പോൾ പിന്നെ വിചാരിച്ചു നമ്മൾ വില്ലേരയിൽ താമസിക്കുന്നത്, അപ്പോൾ പുല്ല് കിട്ടാൻ കുറച്ച് പണിയാണ്, കിട്ടാനില്ല. ഇവിടെ പുല്ല് കിട്ടണമെങ്കിൽ കുറച്ച് ദൂരം പോകണം, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ റെഡിയാക്കി അവർ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നോക്കുമ്പോൾ നന്നുവിനെ കാണുന്നില്ല, നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നു. അപ്പോൾ നല്ലൊരു ഗുഹ മാതിരി ഒരു ബോൺവില്ലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ചായ അതില്? എത്ര മുട്ട? എത്രയായി മുട്ടയ്ക്ക്? എത്രയായി? 5 രൂപയോ? അപ്പോൾ 50 മുട്ട വാങ്ങിയില്ലേ? അപ്പോൾ ചിക്കൻക്കോ എത്രയായി? 7 കിലോ 6,600 അല്ലേ? അപ്പോൾ മൊത്തത്തിൽ എത്രയായി? ചിക്കനക്ക് 100 എത്രയാ? 120. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.